തെരുവ് നായെ കൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നൊരു ചോദ്യം ഉണ്ടായി. അതിന് മറുപടി ഉണ്ടോ? നമ്മുടെ മനുഷ്യർ തന്നെ പരസ്പരം ചോദിക്കും, നിന്നെ കൊണ്ടൊക്കെ എന്ത് പ്രയോജനമാണോ? അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തെ നായ്ക്കളെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യർ. തെരുവ് നായ്ക്കളെ കൊണ്ടാണ് പറയട്ടെ, തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രണ്ട് വിഭാഗമില്ല. അത് തെരുവ് നായ്ക്കളെ സൃഷ്ടിച്ചെടുക്കുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. തെരുവ് നായ്ക്കളെ സൃഷ്ടിച്ചെടുക്കുകയും അവരെ അക്രമകാരികളാക്കി മാറ്റുന്നതും മനുഷ്യരാണ്. സമൂഹത്തിൽ ആരും ചോദ്യം ഇത്രയേ ഉള്ളൂ, സമൂഹത്തിൽ ആരും ഗുണ്ടകളായി ജനിക്കുന്നില്ല, സമൂഹമാണ് അവരെ ഗുണ്ടകളാക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. തെരുവ് നായ്ക്കളൊന്നും വ്യത്യാസമില്ല, നായ്ക്കൾ മാത്രമേ ഉള്ളൂ, അതിനെ അക്രമകാരിയാക്കുന്നത് മനുഷ്യനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ കുട്ടികൾ ജനിപ്പിച്ചിട്ട് തെരുവിലോട്ട് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അടിയന്തരമായിട്ടുള്ള ഈ കാര്യത്തിൽ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു സെക്കൻഡ് മറ്റുള്ള മറുപടി നമുക്ക് വേണ്ട. അതായത് കരമാലി നിങ്ങൾ ആദ്യം മാറ്റി ജനപ്രതിനിധികൾ, അതിനുശേഷം ഞങ്ങൾ പട്ടിക അത് വേണ്ട, നമുക്ക് വേണ്ടവരല്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്, മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ട്, അത് പറ്റിയിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ അതിൽ വരുന്ന പട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് പാടില്ല. അതിന് ഞങ്ങൾ നിയമപരമായ ചില നിയമവശങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യുന്നവരെ ഞങ്ങൾ നിയമത്തെ കൊടുക്കും എന്നുള്ളൊരു തീരുമാനം നിങ്ങളുടെ സംഘടന എടുത്താൽ ജനങ്ങൾ ഞാൻ പറയട്ടെ, ഈ സംസ്ഥാന ഗവൺമെന്റ്, ഇപ്പോഴത്തെ കേരളത്തിലുള്ള ഗവൺമെന്റ് ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ആദ്യമായി അതിനെ സ്വാഗതം ചെയ്തത് പീപ്പിൾ ഫോർ ആനിമൽസ് ആണ്. മനുഷ്യർക്ക് വധശിക്ഷ കൊടുക്കുന്നു, പിന്നെ മനുഷ്യരെ കൊല്ലുന്ന തെരുവ് നായ്ക്ക് എന്തുകൊണ്ട് വധശിക്ഷ കൊടുത്തുകൂടാ? ന്യായമല്ലേ? മറുപടി ഉണ്ട്. ന്യായമല്ലേ? മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യന് വധശിക്ഷ കൊടുക്കുന്നു, മനുഷ്യനെ കൊല്ലുന്ന തെരുവുപെട്ടിക്ക് എന്തുകൊണ്ട് വധശിക്ഷ കൊടുത്തുകൂടാ? തീർച്ചയായിട്ടും പറഞ്ഞില്ല, അക്രമകാരികളായിട്ടുള്ള അത് പറഞ്ഞല്ലോ നമ്മൾ. ഇതാണ് പലപ്പോഴും ഇവിടെ ഈ നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. തെരുവുനായ ശല്യം ഒരു പ്രധാന പ്രശ്നമായി തന്നെ ഇപ്പോഴും സമൂഹത്തിന് മുമ്പിലുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരോ ഇതിനകത്ത് വീഴ്ച വരുത്തിയാൽ ജനം ഇടപെടും എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. മൃഗസ്നേഹികൾക്ക് എന്ത് എതിർപ്പുണ്ടെങ്കിലും മനുഷ്യസ്നേഹത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടതാണ് എന്ന വിശ്വാസത്തിൽ അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.